നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ വളരെ രസകരമായ ഒരു ദിവസം തന്നെ കഴിഞ്ഞുപോയി. വളരെ പ്രതീക്ഷയുടെ ദിവസമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു അനുരണനം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ആ VP അബ്ദുൾ റഷീദിനെ കുറിച്ച് സംസാരിച്ചത് അത് വളരെ, ഞാൻ ഇന്ന് ആ പയ്യന്റെ ഒരു ബൈറ്റ് കണ്ടു. അപ്പം ഞാൻ അവനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല. അവൻ പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞത് ആരും ചെന്നില്ലെന്ന്. ചെന്നിത്തല മാത്രമാണ് ചെന്നത്. ചെന്നിത്തല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ എവിടെ ഇല്ല, ചെന്നില്ല. എനിക്ക് തോന്നുന്നു ആരും ചെന്നില്ല. അല്ലല്ല, ചെന്നിത്തല മാത്രം ചെന്നു. ചെന്നിത്തല മാത്രം ചെന്നു. വേറെ ഷാഫി പറമ്പിലിനെ ഒക്കെ വിളിച്ചിരുന്നു. അല്ല, അവൻ പറഞ്ഞത് ആരും വന്നില്ല. അവസാനം ഷാഫി പറമ്പിൽ വരാമെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്താ പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം, തോറ്റ ഒരു മണ്ഡലമാണ്. ധർമ്മടമാണ്, പിണറായി വിജയനാണ്. എന്തായാലും ഇവിടെ തോക്കും. പിന്നെ ഇവന്റെ പറയാതെ തോന്നുന്ന സമയമുണ്ട് വേറെ മണ്ഡലത്തിൽ പോയാൽ. പക്ഷെ പോയിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി, കാരണം അവിടുത്തെ വോട്ടർമാർക്ക് ഒരു ആത്മവിശ്വാസം വന്നേനും ഇവൻ ജയിക്കും. ഇതിപ്പോ ഇവരാരും ചെല്ലാഞ്ഞ കാരണം അവർക്കും വിശ്വാസം പോയി. ഇവര് സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ സഹിതം അവിടെ ഇറക്കണ്ട. അങ്ങനെയല്ലേ പ്രചാരണം നടത്തുന്നത്? എടാ, തോപ്പിക്കുകയാണെങ്കിൽ പിണറായി വിജയനെയല്ലേ തോപ്പിക്കുന്നത്? നിങ്ങളിപ്പം ഒരുപാട് പേര് വന്ന് നമ്മുടെ പിന്നെ വാർത്തകളുടെ അടിയിൽ കമന്റ് ഇടുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന്? ഭരണവിരുദ്ധ വികാരം ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും പേര് തോറ്റതെന്ന്? ഇത് തോറ്റത് പിണറായി വിരുദ്ധ വികാരം കൊണ്ട് മാത്രമാണ്. ഭരണവിരുദ്ധ വികാരം അല്ല ഇത്. പിണറായി വിരുദ്ധ വികാരത്തിൽ നിന്നുണ്ടായ വിരുദ്ധ വികാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായിയുടെ മോന്തായം കണ്ടതിലെ പ്രശ്നം അത്രയാണ്. അതാണ് പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകും എന്ന ഭയം. ഞാൻ പറഞ്ഞപ്പോ കേരള കോൺഗ്രസ് കോട്ടയം എന്ന് പറയുന്ന ജില്ലയിൽ കേരള കോൺഗ്രസ് അത്ര മോശം പാർട്ടിയില്ല. അവർക്ക് ഇഷ്ടംപോലെ അണികളുണ്ട്. ഒരു സീറ്റ് പോലും ഇല്ലാതെ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള. അതുപോലെ ഈ ഒറ്റക്കക്ഷികളെല്ലാം വാഷ്ഡ് ഔട്ട് ആയി. അല്ല, ഞാൻ ഈ കേരള കോൺഗ്രസിന്റെ ഓർക്കുന്നത് ഇപ്പം ഈ ചങ്ങനാശ്ശേരി MLA തരക്കേടില്ലാതെ ജോലി ചെയ്ത ആളാണ്. ജോബ് മൈക്കിൾ ജയിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരിക്കലും അയാൾ തോക്കേണ്ടത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജയരാജ് സാർ തോക്കുമെന്നുള്ളവർ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം എല്ലാവരെയും തോൽപ്പിച്ചത് പിണറായിയാണ്. അതെ, ഈ പാർട്ടിയിൽ. അപ്പൊ ഇതിനകത്ത് ഈ കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. കാരണം എല്ലാവരും റോഷിയെ കുറ്റം പറയാൻ തുടങ്ങി. റോഷിയുടെ അഹങ്കാരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് പറയാൻ തുടങ്ങി. കാരണം ഇവർക്ക് അനേകം MLA-മാരും മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്ന പാർട്ടി ഒരു MLA പോലും ഇല്ലാതായി പോയിരിക്കും. അതാ സംഭവിച്ചത്. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ പിണറായി വിജയൻ കാരണം CPM മാത്രമല്ല നശിച്ചത്. ഈ ഒറ്റക്കക്ഷികളുണ്ടല്ലോ, അതായത് NCP, തോമസ് കെ തോമസ് കുട്ടനാട്ടിലെ പുള്ളി, RJD ഒഴിച്ച് RJDക്ക് മാത്രം ഒരു സീറ്റ്. ബാക്കി കോൺഗ്രസ്, അതുപോലെ കുറെ ഇവരുടെ കുറെ കേരള കോൺഗ്രസ് B, ഗണേഷ് കുമാർ ആണല്ലോ പാർട്ടി എന്ന് പറയുന്നത്. അതായത് LDF-ലെ ഘടകകക്ഷികളിൽ ഒറ്റ CPI കൂടാതെ ഒറ്റ ഘടകകക്ഷിക്ക് ഒരു സീറ്റേ ഉള്ളൂ. ഈ RJDക്ക്. CPIക്ക് പോലും 7 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. എത്ര 17 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അപ്പൊ എന്തായാലും 9 സീറ്റ് CPI. അതിദയനീയമായി പരാജയത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഉണ്ടാക്കിയത് പിണറായി വിജയൻ മാത്രമാണ്. എന്റെ തല, എന്റെ ഫിഗർ, പിന്നെ ഈ അഹങ്കാരം, ഈ ധാർഷ്ട്യം, ജനത്തിനെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ ആ രീതിയിൽ മൊത്തം. എന്നിട്ടും അദ്ദേഹത്തിന് കുറ്റബോധമില്ല. ഇതുവരെ വാ തുറന്നിട്ടില്ലല്ലോ, മിണ്ടിയിട്ടില്ല. അതാണ് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് തോറ്റുപോയെങ്കിൽ തോറ്റുപോയി, എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താമെന്ന് പറയണ്ടേ? അത് ഞങ്ങൾ പരിശോധിക്കുമെന്നെങ്കിലും പറയണം. ഒന്നും പറയുന്നില്ല. മറ്റേ പുള്ളി എന്തോ 2 വാക്ക് പറഞ്ഞിട്ട് മുങ്ങി. എം വി ഗോവിന്ദ്. അല്ല, ഇന്നലെ രാവിലെ 9 മണിക്ക് ധർമ്മടത്തെ ഒരു കൺവെൻഷൻ സെന്ററിൽ പത്രസമ്മേളനം വിളിച്ചിരുന്നു പിണറായി വിജയൻ. അത് ശരി, ട്രെൻഡ് അറിഞ്ഞിട്ട്. അല്ല, അദ്ദേഹം ഉറപ്പായിട്ടും ആത്മവിശ്വാസത്തിലായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ക്യാൻസൽ ചെയ്തില്ല, അങ്ങോട്ട് പോയില്ല. പത്രക്കാരിൽ അവിടെ വന്നിരുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ക്യാൻസൽ ചെയ്തു. അതുപോലെ നേരിട്ട് രാജിക്കത്ത് സമർപ്പിക്കുന്ന ഒരു ശീലമാണ് ഇവിടെ. സ്ഥാനം ഒഴിയുന്ന അത് പ്രത്യേക ദൂതൻ മുഖേന ഇന്നലെ തന്നെ വന്നിട്ട് ഈ മാധ്യമങ്ങളെല്ലാം വളഞ്ഞപ്പം പുള്ളി ഒരു ചെറിയ പുഞ്ചിരിയോടെ കയറി പോകുന്നുണ്ട്. എന്തുകൊണ്ട് പറയാന്ന് ചോദിച്ചിട്ട് ഒന്നും പുള്ളിക്ക് പറയാൻ അല്ലേ, എന്തെങ്കിലും പറയണ്ടേ? എന്ത് പറയാനാ? ഈ പുള്ളി തന്നെ അതിന്റെ എല്ലാം കാരണം, ഞാൻ തന്നെ എല്ലാ കാരണവും. പിന്നെ ഇത് എന്ത് പറയാൻ ഇതിനകത്ത്? CPM-ല് ഇനി ഇതിന്റെ ഒരു വലിയ തർക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഉളുപ്പമില്ലാതെ സ്വരാജ് അർഹിക്കാത്ത തോൽവിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് അയാൾ പറയുന്നത് പിന്നെ നാട്ടുകാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. അതെ, 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചല്ലോ, ഇനിയിപ്പോ ഒന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുന്ന അരാഷ്ട്രീയം പ്രയോഗിച്ചത്. ആ തോന്നിയാസം കാണിച്ചുകൊണ്ടാന്ന് പറയുന്നില്ല. അല്ല, ഇവരെ മാത്രം മാറ്റി നിർത്തുമ്പോൾ മാത്രം അതങ്ങനെ അരാഷ്ട്രീയമാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ അരാഷ്ട്രീയത്തിന്റെ നിർവചനം എന്താ? ഇത് വളരെ വിചിത്രമായി. ഇന്ന് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, രാഹുൽ ഗാന്ധിയുടെ ഒരു ശ്രദ്ധിച്ചോ? ഭയങ്കരമാണ്. അതായത് കേരളത്തിലോ തമിഴ്നാട്ടിലോ പോണ്ടിച്ചേരിയുടെ പുള്ളിക്ക് പരാതിയില്ല. ബംഗാളിൽ പുള്ളിക്ക് ബംഗാളിലും ആസാമിലും പുള്ളിക്ക് പരാതി വന്നിരിക്കുന്നു. എന്ത് കഷ്ടമാണ്. സത്യത്തിൽ ഇതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു വിലയില്ലാതെ പോകുന്നത്. നമുക്കറിയാം SIR നടപ്പിലാക്കിയതിനെ തുടർന്നാണ് ഈ ആസാമിലും
ഈ പറയുന്ന മാത്രമല്ല SIR മാത്രമൊന്നുമല്ല, BJPക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ അറിയാം, കൃത്യമായി വോട്ട് പിടിക്കാൻ അറിയാം, കൃത്യമായ ബംഗാളിലേക്ക് അദ്ദേഹം ഈ അമിത്ഷാ 2 ആഴ്ച തുടർച്ചയായിട്ട് താമസിച്ചാണ് പ്രചരണം നടത്തിയത്. 21 ദിവസം കിട്ടിയതിന്റെ ഇടയിൽ 7 തവണയാണ് മോദി അവിടെ എത്തിയത്, അത് പ്രത്യേക വിമാനത്തിൽ. മാത്രമല്ല അതിന് മുമ്പത്തെ 2021 ദീദിയെ കളിയാക്കിയായിരുന്നു മോദി പ്രസംഗിച്ചിരുന്നത്. ഷെയ്ഖുറി മമതാജി എന്നാണ് വിളിച്ചത്. അതായത് അത്ര മാറ്റം വരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടാണ് ആളുകൾ അവരുടെ മനസ്സിൽ ദീദിയെ കളിയാക്കിയാൽ അത് സ്ത്രീകളെ കളിയാക്കുന്നതായി ഒരു ഫീൽ ഉണ്ടാവും മനസ്സിലാക്കിയിട്ട് മമതാജി എന്ന് വിളിച്ചാണ് സംസാരിച്ചത്. തവണ ആ ഒരു അത്ര സൂക്ഷ്മം. ഇത് മാത്രം ഓരോ മണ്ഡലത്തിലും ആളുകളെ കൂടുതൽ ഓരോ ബൂത്തിലും 10 പേരെ വീതം കൂട്ടം ചേർക്കും, ഒരാളെ ഏൽപ്പിച്ചിരിക്കുക, പ്രാദേശികമായിട്ട് ആളുകൾ വീതിച്ചു കൊടുത്തിരിക്കുക. 500 MLA-മാര്, കേന്ദ്രമന്ത്രിമാര് മുഴുവൻ, 7 മുഖ്യമന്ത്രിമാര് ഒക്കെ അവിടെ എത്തിയിരിക്കും. അങ്ങനെ മണ്ഡലം തോറും പ്രവർത്തിച്ച് അവർ നേടിയിട്ട് വോട്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു മറ്റെങ്ങും ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു സുരക്ഷിതത്വ ബോധം അവിടെ കൊടുത്തു. അതായത് ഞങ്ങൾ സുരക്ഷിതമാണ്, ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ഫീൽ അവിടെ. 2.5 ലക്ഷം കേന്ദ്രസേന അതിനൊരു മികച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ, ഒരു ചെറുപ്പക്കാരനെ അവിടെ, അങ്ങനെ പേര് ഞാൻ മറന്നുപോയി, അയാൾ നേരിട്ട് കയറിയുള്ള പരിപാടിയായിരുന്നു. 2.5 ലക്ഷം മറ്റേ ഗുണ്ടായിസം ജംഗിൾ രാജു ഒക്കെ ഓടിച്ചു കളഞ്ഞു. അങ്ങനെ അതിലൂടെ SIR 90 ലക്ഷം പേരുടെ വോട്ട് പോയി. അതിൽ 27 ലക്ഷം പേര് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരാണ് ബംഗ്ലാദേശികൾ. ഇത് തന്നെയാണ് ആസാമിലെ സ്ഥിതി. ആസാമിൽ ഇത് തന്നെയാണ് സ്ഥിതി. ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയവർക്കെല്ലാം അവിടെ വോട്ടർ സൃഷ്ടി പേരുണ്ടാക്കി ഇവർ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന ഈ വോട്ടർ സൃഷ്ടി ഈ ബംഗ്ലാദേശികളെ നീക്കിയതിനാണോ ഈ രാഹുൽ ഗാന്ധി? അല്ല, ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാകുന്ന വലിയ വീഴ്ച. ഇത്തരത്തിലാണ് ഇവർ ഇതിനെ കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ അവര് രാഷ്ട്രീയം അവിടെ കൊണ്ടുവരാൻ അവർക്ക് കേരളത്തിൽ രാഷ്ട്രീയം പറയാം, ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം പറയാൻ പറ്റില്ല, തമിഴ്നാട്ടിൽ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. അതിന് അവിടെ രാഷ്ട്രീയം കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം ബംഗാളിലൂടെ പിടിച്ചതോടെ ഏതാണ്ട് ഇന്ത്യയുടെ ഒരുമാതിരിപ്പെട്ട ഭാഗം മൊത്തം BJP. മാത്രമല്ല ഈ ബംഗാളിന് ഈ ഇന്ത്യയുടെ കിഴക്കു ഭാഗമാണ്. ഈ കിഴക്കു ഭാഗത്തിന്റെ പ്രത്യേകത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വളരെ അപകടം പിടിച്ചേറിയാണ്, സെൻസിറ്റീവാണ്. അവിടെ കുറെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കണം. ഈ മണിപ്പൂർ അതുപോലെ നാഗ, അതുപോലെ ഒരുപാട് വിഷയോട് ചേർന്ന് കിടക്കുന്ന നക്സലൈറ്റ് ഏരിയ. അപ്പൊ അവിടെ കുറെ ഈ മറ്റേ ഇതൊക്കെ പ്ലാൻ ഉണ്ട്, വലിയ ഫെൻസിങ് ഒക്കെ പദ്ധതി ഇടുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയ അടിത്തറ വേണ്ടത് ഈ വെസ്റ്റ് ബംഗാൾ കൈ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ അതിന്റെ അതിർത്തി മേഖലയിൽ പോയിട്ടുള്ളൂ. സട്ടമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയത്. ഒരു കുറച്ച് ഇതിട്ടിട്ട് ഇതിനകത്തൂടെ അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഈ ഗേറ്റ് തുറക്കും. ഈ ബംഗാളിൽ പണിക്ക് വന്നവർ, അതായത് 24 പർഗാനാസ് എന്ന് പറഞ്ഞ ജില്ലയിലേക്ക് പണിക്ക് വന്നവർ, ആ പണിക്ക് വന്നവർ മുഴുവൻ ആ സമയത്ത് ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഇവർക്കെല്ലാം ആധാർ കാർഡ് മറ്റേ അതെല്ലാം കാണിക്കണം, തിരിച്ചറിയുക. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ഒത്തിരി പേര് നുഴഞ്ഞു കയറി അങ്ങോട്ട് പോകും. ആ പോകുന്നവർ മൊത്തം തിരിച്ചു വരുന്നോ എന്ന് ചോദിച്ചാൽ തിരിച്ചു വരുന്നില്ല. അതാണ് അവിടുത്തെ ഒരു സംഭവം. അപ്പം ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ നമ്മൾ പറയേണ്ടതും. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം തുടരുന്നു. അപ്പൊ നമുക്കിനി ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? പിണറായി എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇല്ല. അത് നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു മാധ്യമം മറുനാടനാണ്. കാരണം ഞാനും രാജ്മോഹൻ ചാനും കൂടെ ഔട്ട് ഓഫ് ഫോക്കസ് ഔട്ട് എന്ന് പറയുന്ന പരിപാടിയിൽ ഞങ്ങൾ 4 തവണ ഈ വിഷയം ചർച്ച ചെയ്തു. അന്ന് ഈ എല്ലാവരും വന്ന് താഴെ വന്ന് തെറിയായിരുന്നു നമ്മളെ. എടാ പിണറായി പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്ന് പറയണമെന്നായിരുന്നു പറഞ്ഞു. നമുക്കറിയാമല്ലോ ഇയാൾ തോറ്റുപോകുന്നു. ഇയാൾ പ്രതിപക്ഷ നേതാവ് ആകത്തില്ല. ഇല്ല, അയാൾ നിയമസഭയിൽ വരില്ല. നിയമസഭ വരാതിരിക്കാനാണ് സാധ്യത. ഇല്ല, പകരം എനിക്ക് തോന്നുന്നത് KN ബാലഗോപാലായിരിക്കും തോന്നുന്നു. പക്ഷെ സജി ചെറിയാൻ കരുക്കൾ നീക്കുന്നു. അല്ല, അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ KN ബാലഗോപാലിന് കേന്ദ്ര കമ്മിറ്റി അംഗമോ KN ബാലഗോപാൽ. അതെ, അപ്പൊ സീനിയോറിറ്റി നോക്കും. അപ്പൊ ആ KN ബാലഗോപാൽ മാത്രമേ ഉള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കും. അതുകൊണ്ട് KN ബാലഗോപാലിനെ തടയാൻ അവർക്ക് പറ്റത്തില്ല. അല്ല, അത് സീനിയോറിറ്റി അങ്ങനെയാണ്. അവരുടെ ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൊണ്ട് അവരെയല്ലേ മന്ത്രിയാകും. അതെ, അപ്പൊ ഇതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ വരാം. പക്ഷേ ബാലഗോപാലിനെ തന്നെ ആക്കാനാണ് സാധ്യത. അതിനുള്ള സാധ്യത സജി ചെറിയാൻ. ഇതാണ് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു തമാശ. അതായത് ഇടതുമുന്നണി പൂർണ്ണമായും നശിച്ചുപോയി. അതെ, പക്ഷെ അവിടെയും ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. കഷ്ടി ബാലഗോപാൽ ജയിച്ചു വരുന്നു. ആ ബാലഗോപാൽ മാത്രം ജയിച്ചു വരുന്നു. അതായത് TP രാമകൃഷ്ണൻ അടക്കം, ശൈലജ അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, രാജീവ് നോക്കുന്നു, രാജീവ് അടക്കം എല്ലാവരും തോറ്റു പോകുമ്പോൾ KN ബാലഗോപാൽ കഷ്ടി കയറും. ഈ കഷ്ടി കയറുമ്പം മറ്റൊന്നും നോക്കാതെ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ചെയ്യാമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു CPM ഒരു സൗമ്യ മുഖം അദ്ദേഹം തന്നെയാണ്, ബാലഗോപാൽ തന്നെയാണ്. അദ്ദേഹം വളരെ മാന്യമായ പെരുമാറ്റമാണ്, വളരെ നല്ല മനുഷ്യനുമാണ്. ഈ ധനകാര്യ മന്ത്രി പണി അറിയത്തില്ലെന്ന്. അപ്പൊ ബാക്കിയൊക്കെ ഓക്കെയാണ്. അദ്ദേഹത്തെ വെച്ച് ഇവർ തെരഞ്ഞെടുപ്പ് നേരിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ തുടർഭരണം. അവർക്ക്
ഏറ്റവും നല്ല നേതാവ് ശൈലജ ടീച്ചറായിരുന്നു. അത് കൊടുക്കത്തില്ല, അത് PR വർക്കിന്റെ സന്തതിയാണ്. അത് ഈ നമ്മളെല്ലാരും ഈ ശൈലജ ടീച്ചറെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവര് PR വർക്ക് ചെയ്ത് പിണറായിയുടെ മേളിൽ പോയോണ്ടാണ് പിണറായിക്ക് ഇവരോട് ദേഷ്യം. എന്നാലും നിങ്ങളിപ്പോൾ നമ്മൾ ഒറ്റ കാര്യം അതെല്ലാം വിട്, ഇവർ PR വർക്ക് കൊണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ശൈലജ ടീച്ചറിനെ ബഹുമാനിക്കുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ ഒരിക്കലും യാദൃച്ഛമായി ശൈലജ ടീച്ചറിനെ അവർ കടയിൽ വെച്ച് കാണുകയാണ്. ഈ മന്ത്രിയായിരിക്കും, അവരെന്ത് സാധനം മേടിക്കുമ്പോൾ അവരെന്നോട് വളരെ സൗഹൃദത്തിൽ വർത്താനം പറഞ്ഞു, ഷാജൻ എന്ന് വിളിച്ച് സംസാരിച്ചു പോയി. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ജോസഫൈൻ എം സി ജോസഫിന് എനിക്കെതിരെ ഒരു പരാതി, അവർ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ എനിക്കെതിരെ പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അവരെ അപമാനിച്ചു. കാരണം നമ്മൾ അവരെന്തോ ഒരു ആരൊരാൾ ചോദിച്ചപ്പോൾ എന്തോ ചീത്ത വിളിച്ചത്. അപ്പൊ അവരെനിക്കെതിരെ ആദ്യം വനിതാ കമ്മീഷൻ പരാതി കൊടുത്തു. അപ്പൊ വനിതാ കമ്മീഷന്റെ SP പറഞ്ഞു അനുഭവിച്ചോന്ന് പറഞ്ഞല്ലേ? അല്ലല്ല, അത് തന്നെ ഒരു പീഡന പരാതിയെ കുറിച്ച് അനുഭവിച്ചോന്ന് പറഞ്ഞു. അപ്പൊ വനിതാ കമ്മീഷന്റെ SP അവരോട് പറഞ്ഞു, മാഡം ഇത് നടക്കത്തില്ല, കാരണം മാഡം ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഈ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വയം തീരുമാനം എടുക്കാം. അതായത് പുള്ളിക്കാരി പരാതി പറയണം. അവസാനം അയാളെ നിർദ്ദേശം അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് ഇവർ ശൈലജ ടീച്ചറിന്റെ സഹായം തേടി. ശൈലജ ടീച്ചറിനെ കൂട്ടി ചെല്ലാൻ നേരത്താണ് ഇവർക്ക് മനസ്സിലാവുന്നത് എനിക്കെതിരെ പരാതി എന്ന്. ഈ ശൈലജ ടീച്ചർ എന്താണെന്ന് ഒരു പരിചയമില്ല, പക്ഷെ അവർ പതിയെ മുങ്ങി എന്തോ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇവർ കൂട്ടിക്കൊണ്ട് പോയതാ നമ്മുടെ കൊല്ലംകാരി ഷാഹിദ കമാലുമായിട്ട് കൂട്ടിക്കൊണ്ട് പോയത്. ആ ഷാഹിദ കമാലും കൂട്ടി അവിടെ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുവാണ്. അപ്പം ഈ പരാതിയുടെ കഥകളൊക്കെ രസമാണ്, അതെല്ലാം നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്ന് മാത്രമല്ല, ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സംഭവം അതല്ല, ഒരു രോഗി അവരെ വിളിക്കുകയാണ്, ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ. ഓർമ്മയില്ല, ഒരു ഓഡിയോ കോവിഡ് കാലത്ത് ഞാൻ പറഞ്ഞ ഒരു 10-12 മിനിറ്റ് ഈ രോഗി പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് സ്നേഹത്തോട്. അപ്പം ഈ അവിടുത്തെ ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ അവർ ന്യായം പറയുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അവർ ശാസിക്കുന്ന. ഞാൻ പറഞ്ഞു ഇതൊന്നും വേറെ ആർക്കും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അവർ കള്ളനാണയമാണെങ്കിലും അല്ലെങ്കിലും അവരൊരു ആളുകളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ അത് പിണറായിക്ക് മനസ്സിലായി അയാൾക്ക് മുകളിൽ പോകും. കോവിഡ് കാലത്ത് തന്നെ അവര് PR വർക്ക് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് വേണേൽ പറയാം, അങ്ങനെ കയറിപ്പോയതാണ്. അത് തന്നെയാണ് അവർക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം. പിണറായിയുടെ വിരോധത്തിന് പാത്രമായി വിജയേട്ടാന്നെന്തോ ഇവർ വിളിച്ചു. എന്തായാലും ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവ്. അവസാനിപ്പിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 പേര് രംഗത്തുണ്ട്. ഇപ്പം സതീശനും ഉണ്ട്, KC ഉണ്ട്, അതുപോലെ RC ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സീനിയോറിറ്റി മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കൊടുക്കേണ്ടത് RC-ക്കാണ്. പക്ഷേ ഞാൻ VD സതീശന്റെ കൂടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള. കാരണം അദ്ദേഹമാണ് ശരിക്കും ഈ ഒരു പടം നയിച്ചത്. ഇപ്പോഴത്തെ ഈ പടം നയിച്ചതും ഇതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ കൊണ്ടുവന്നതും. എന്തായാലും ഇവിടെ ഉണ്ടാകാമായിരുന്ന കലാപങ്ങളെ എല്ലാം ഒറ്റ നിലപാട് കൊണ്ട് അടിച്ചമർത്തിയ ഒരാളാണ്. ഞാനൊന്നൊരു കാര്യം ചോദിച്ചു, ഞാൻ VD സതീശനെതിരല്ല. അതെ, VD സതീശനോട് എനിക്ക് ബഹുമാനമാണുള്ളത്. പക്ഷെ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ചതെന്നും VD സതീശനാണ് പടനായകനെന്നും VD സതീശൻ ഇല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഇതൊരു എങ്ങനെയാണ് VD സതീശൻ വരുന്നത്? 2021 തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തോൽക്കുന്നു. ഈ തോൽവി രമേശ് ചെന്നിത്തലയുടെ കുഴപ്പമല്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിനൊന്നും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആ കോവിഡ് സമയമാണ്. അതുപോലെ തന്നെ അവിടെ സമരം നടത്താൻ പറ്റത്തില്ല, വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, ഒരു വിഷയം അവതരിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവരുടെ ഗ്രൂപ്പുകൾ കാരണം വേണ്ടത്ര പിന്തുണയില്ല. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ്, അല്ലാതെ രമേശ് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ട് അല്ല തോറ്റത്. പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹം വളരെ സക്സസ് ആയിരുന്നു. പക്ഷെ തോറ്റപ്പോൾ അദ്ദേഹം സന്നദ്ധത കാണിച്ചത് കൊണ്ടാണല്ലോ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നത്. അദ്ദേഹം അത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ. ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിലോ, വാശി കാണിച്ചിരുന്നെങ്കിലോ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കാമായിരുന്നു. അവിടെ അദ്ദേഹം ഇരുന്നാലും ഇതൊക്കെ സംഭവിക്കായിരുന്നു. കാരണം ജനത്തിന് 10 വർഷത്തിൽ കൂടുതൽ പിണറായി സഹിക്കാൻ പറ്റരുത്. ഈ പിണറായിക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഈ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടല്ല. ഈ പ്രതിപക്ഷ നേതാവിന് ഞാൻ കണ്ട ഗുണം എന്ന് പറഞ്ഞ 2-3 എണ്ണമാണ് VD സതീശന്. ഒന്ന്, അദ്ദേഹം നല്ല ശക്തമായി സംസാരിക്കും, നല്ല ശക്തമായി തീരുമാനമെടുക്കും, നിലപാടെടുക്കും. ഈ 2 കാര്യങ്ങളല്ലാതെ അദ്ദേഹം ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു ജനകീയ സമരം നടത്തിയിട്ടുണ്ടോ? ജനകീയ സമരങ്ങൾ അത് ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? അത് ആരും നടത്തിയിട്ടില്ല. അല്ല, ചോദിക്കുന്നത് എത്രയോ യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. രാഹുൽ ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ നടത്തിയിരുന്നു. അതിനുശേഷം അത് പോയി. അതൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹം നന്നായി പ്രസംഗിക്കുമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് കുഴപ്പം ഞാൻ കാണുന്നില്ല.
അദ്ദേഹം ലീഡ് ചെയ്തെന്ന് പറയുമ്പം ആ പദവിയിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹം ലീഡ് ചെയ്തെന്നേ ഉള്ളൂ. അല്ല, ഇദ്ദേഹം വന്നില്ലെങ്കിൽ ഈ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം രമേശ് ചെന്നിത്തല പോലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് ഈ മറ്റ് ഇപ്പം ഏത് ശക്തമായ തീരുമാനം ഗുണം ഉണ്ടായിട്ടുള്ളത്? എന്താ ഉദാഹരണത്തിന് അൻവറിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നിയ ഒരു കാരണം എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം എടുത്ത ശക്തമായ നിലപാട്. അൻവറിനെ കൊണ്ടുവരാൻ എല്ലാവരും അയഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അൻവർ ബദലായിട്ട് നിന്നിട്ടും വഴങ്ങിയില്ല. അത് നല്ലൊരു കാര്യം. പക്ഷേ ഇതേ ശക്തമായ നിലപാടിന് വേറൊരു കുഴപ്പമുണ്ട്. എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്രയും ശക്തമായ നിലപാടെടുത്തത്? അത് അദ്ദേഹം ഭയന്നിട്ടുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് എടുത്തോളൂ, പക്ഷെ ഇത്രയും എന്ന് മാത്രമല്ല, ഇപ്പോഴും ഇദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ നടന്ന ഷഹന അത് അദ്ദേഹത്തിന് വിമല ബിനു നടിയല്ലേ, അവര് വേറെ റിനിയാനും ഒരു ഷഹനാസ് ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ അവരിപ്പോ സതീഷ് ചേട്ടൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ മൂക്കി കയറ്റുമ്പോൾ നടക്കുവാണ്. അവർക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു സ്ത്രീകളുടെ സ്വാധീനം അദ്ദേഹം വിടണം. ആ കാരണം എന്താ വെച്ചാൽ ആ സ്ത്രീകളുടെ അല്ല സമൂഹത്തിന്റെ ചിന്ത. അതുപോലെ അദ്ദേഹത്തിനെ ജമാഅത്ത് ഇസ്ലാമി അല്ല, അവരാണോ അദ്ദേഹം ഇപ്പോഴും വലിയ അടുപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് നമ്മൾ തമ്മിൽ ഇരിക്കുന്നു, ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുക, നിങ്ങളുടെ ഒരു പടം ഞാൻ എടുത്തിടുന്നത് എന്ന് പറഞ്ഞ പോലെ അല്ല, അവരാണ് വക്താക്കൾ. വിമല ബിനു അദ്ദേഹത്തിന് വേണ്ടി, ഈ വിമല ബിനു എന്ന് പറഞ്ഞ വക്കീലാണ്, ഈ അവരൊരു സംഘപരിവാർ ചാനലിന്റെ ഓണറായിരുന്നു. അവരാണ് ഈ സതീശിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ അതാണ് ചോർന്നത്. സോഷ്യൽ മീഡിയ നടത്തും. എനിക്കറിയാം, പലരെയും വിളിച്ചിട്ട് ഈ യൂട്യൂബർമാരെ കൊണ്ട് സതീശിന് അനുകൂലമായിട്ട് വീഡിയോ വേണ്ടി ഫണ്ട് വരെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളാണ് ഒരു വശത്ത്. മറുവശത്ത് എന്നെ ഭയപ്പെടുത്തുന്നതൊന്നുമല്ല. എന്നെ ഭയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് എന്നെ നോട്ടപ്പള്ളിയാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ജമാഅത്ത് ഇസ്ലാമിയാണ്. ഏറ്റവും അധികം എന്നെ നമ്മളെ മോശപ്പെടുന്നത് മീഡിയ വണ്ണാണ്. ഈ മീഡിയ വണ്ണിന് ജമാഅത്ത് ഇസ്ലാമിന്റെ സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ഭയപ്പെടുത്തുന്ന തരത്തിലാണ്, ആശങ്കപ്പെടുത്തുന്ന അദ്ദേഹത്തിന് വരും. അല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു പിന്തുണ വരുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. മുസ്ലിം ലീഗാണ് ഇപ്പം അദ്ദേഹത്തിന് വേണ്ടി ആദ്യം ഒരു നിലകൊണ്ടത്. പിന്നീട് അവർ പ്ലേറ്റ് മാറ്റിയെന്ന് തോന്നുന്നു. അല്ല, ഞാൻ വി ഡി സതീശൻ വരുന്നതിനെതിരല്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വി ഡി സതീശന് പാർട്ടിയുടെ ഒരു DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ല. KSUവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രസിഡന്റ് ആയിട്ടില്ല. KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ചെറിയ പദവികൾ മാത്രം അദ്ദേഹം വന്നിട്ടുണ്ട്. അല്ലാതെ ഒഫീഷ്യൽ ആയിട്ടുള്ള പദവിയിൽ അദ്ദേഹം. അതേസമയം രമേശ് ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റിയിൽ എന്നാണ്ടായതാ, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്. സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ രമേശ് ചെന്നിത്തല, സീനിയോറിറ്റി മാത്രമല്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ആള് രമേശ് ചെന്നിത്തലയാണെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, വി ഡി സതീശൻ വരുന്നതിന് എനിക്ക് തെറ്റില്ല. വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ചോദിച്ചു ഞാൻ പറയും രമേശ് ചെന്നിത്തല എന്ന് പറയും. പക്ഷേ ചിലപ്പോൾ ഇവർ രണ്ടുമായിരിക്കും വരാൻ പോകുന്നത്. അത് KC വേണുഗോപാൽ വരുമെന്നുള്ളത് എന്നേ തീരുമാനിക്കപ്പെട്ടതാണ്, എന്നേ എഴുതപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഈ ചർച്ചകൾക്കൊന്നും ഇതിനകത്ത് വലിയ പ്രസക്തി ഒന്നും. ഇനി ഒരു കാര്യം കൊണ്ട് പെട്ടു, വേണു വന്നാലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വേണുവിന് എന്താ അയോഗ്യത എന്താണ്? വേണു ശരിയാണ്, വേണു അല്ലായിരുന്നു പ്രത്യക്ഷത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും വേണു ആണ്, ഞാൻ വേണുവിന്റെ ആരാധകരൊന്നും അല്ല. 52 പേരുണ്ട് പുള്ളിയുടെ കൂടെ. 52 രണ്ട് കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MLA-മാരുടെ തലയെണ്ണുമ്പോൾ വേണുവിനെ ഭൂരിപക്ഷം പിന്തുണയ്ക്കും. കാരണം അങ്ങനെ പൈസ കൊണ്ട് കൊടുത്തത്, ഇവർക്ക് മത്സരിക്കാനുള്ള പൈസ മുഴുവൻ അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവന്ന് ഇവിടെ ചെലവ്. അപ്പൊ MLA-മാർ വേണുവിനെ പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞത് ആരാണ് തെരഞ്ഞെടുക്കേണ്ടത്? ജനാധിപത്യം എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ കൂടി തീരുമാനിക്കണം ആരാണ്. 61 MLA-മാരല്ലേ ഇപ്പൊ കോൺഗ്രസ്? 63. ഇതിൽ 52 എന്ന് പറഞ്ഞാൽ ബാക്കി 11 ഉള്ളൂ. അതിലൊരു 2 മന്ത്രിസ്ഥാനം ഓഫർ ചെയ്താൽ അവരുടെ കൂടെ ഒരു 4 പോരും. അങ്ങനെ കൂടെ ഒരു കുറച്ച് കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ വ്യക്തമാണ്. ആരാണോ തെരഞ്ഞെടുക്കുന്നത് അവരുടെ അവകാശമാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് MLA-മാർ അവരുടെ അതിനകത്ത് ജനാഭിപ്രായം എന്താണെന്നോ നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നോ അതാണ് ഒരു എന്തോ കാവ്യനീതി എന്ന് പറയുന്നത്, ഒരു നീതി എന്ന് പറയുന്നത് അതാണ്. പക്ഷേ നമ്മളെയൊക്കെ പറയുമ്പോഴും സതീശനാണ് പ്രത്യക്ഷത്തിൽ ഇതിന്റെ മുന്നിൽ നിന്നതും കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചതും ഈ പറയുന്ന K. സുധാകരൻ അടക്കമുള്ളവരെ കരയ്ക്ക് കയറ്റി ഇരുത്തിയത് അദ്ദേഹമാണ്. പക്ഷെ അവിടെ അപ്പോൾ ഒരു കുഴപ്പം പറ്റി. അടൂർ പ്രകാശ് മത്സരിച്ചിരുന്നെങ്കിൽ 5 സീറ്റും പത്തനംതിട്ടയിലെ പോരുമായിരുന്നു. അടൂർ പ്രകാശ് മത്സരിക്കാത്തത് കൊണ്ട് മാത്രമാണ്, നിസ്സാര വോട്ടിനാണ് ജനീഷ് കുമാർ ഒരു സീറ്റ്. അങ്ങനെ കുറെ സീറ്റുകൾ വേറെ ഗുണമുണ്ട്. ഇവരെല്ലാം മത്സരിച്ച് ജയിച്ച മന്ത്രിയാക്കണ്ടായിരുന്നു. അതാ ഇപ്പൊ അടൂർ പ്രകാശ് മന്ത്രിയാക്കണം. അരുവിക്കര ശിവകുമാർ തോറ്റുപോയോണ്ട് ഞാൻ പറഞ്ഞു ഒരു തരത്തിൽ നല്ലതാണ് ഇവരൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ ഈ അടൂർ പ്രകാശ് വന്നാൽ തീർച്ചയായിട്ടും കോന്നി കിട്ടുമായിരുന്നു. പക്ഷെ ബാക്കി കിട്ടിയല്ലോ. അതെ, പോയുള്ളൂ. അതുപോലെ K. ബാബു ഇല്ലാത്തതുകൊണ്ട് തൃപ്പൂണിത്തറ K. ബാബു മാറിയോണ്ട് ആ ഒരു മന്ത്രിയെ മാറി കിട്ടി.
ഒരർത്ഥത്തിൽ ഇതൊക്കെ നന്നായി. കാരണം തലമുറ മാറ്റം ആവശ്യമാണ്. പുതിയ ആളുകൾ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞാൻ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംഭവിക്കാൻ പോകുന്നത് 3 പേര് വന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം പിണറായി വിജയനേക്കാൾ ഭേദമായിരിക്കും. അത് ശരിയാണ്. ആ കാര്യത്തിൽ പിണറായി ടച്ചുള്ള ആളാണ് സതീശ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിണറായി അത് വേണമെന്നാണ്, ഈ തുടക്കത്തിൽ അത് വേണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് കൈവിട്ട് പോയാലോ, അത് കൈവിട്ട് പോകുമ്പോഴാണ് എനിക്ക് പിണറായിയെ കുറിച്ചുള്ള ഒരു ഭയം. ഞാൻ പിണറായി വന്നാൽ കേരളം നന്നാവുമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. അത് ആയിരുന്നു ആദ്യ ടൈമിൽ 2016. കാരണം അന്ന് സീനിയർ ആയിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ കൈവിട്ട് ഞാൻ 2015-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പിണറായി വന്നാൽ കേരളം രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നു. അത് നമ്മൾ കരുതി അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലായത് ബുദ്ധിയില്ല, അത് തീരുമാനമല്ല, നേരെ മറിച്ച് ധാർഷ്ട്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഉദ്യോഗസ്ഥർ ഭയങ്കരമായിട്ട് കയറി ഭരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ലെ, അവിടെയാണ് എനിക്ക് പിണറായിയുടെ വിഷമം പോയത്. യഥാർത്ഥത്തിൽ ഒരു സർക്കാർ നന്നായി പോകണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കണം. പിണറായി പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, അതെ, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. അവിടെയാണ് പ്രശ്നം. അവിടാണ് ശിവശങ്കരൻ വളർന്നത്. ശിവശങ്കരൻ വന്നിട്ടാണ് പറഞ്ഞ ഇയാൾ മരപ്പൊട്ടനാന്ന് പറഞ്ഞില്ലേ. KM എബ്രഹാം പറഞ്ഞല്ലേ, ബി അശോക് പറഞ്ഞ ഞാൻ കുടുങ്ങിയ ഇയാളും കുടുങ്ങുന്നു. അതാ പറഞ്ഞു. അല്ല, ഈ യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ കുഴപ്പത്തിൽ ചാടിച്ച പ്രധാനപ്പെട്ട ആൾ, ഈ രണ്ടാം സർക്കാരിന്റെ പ്രധാന ആൾ KM എബ്രഹാമാണ്. KM എബ്രഹാം രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം. പി ശശിയുണ്ട്. അല്ല, പി ശശിയാണ് ആഭ്യന്തര വകുപ്പിന് ഇത്ര മോശമാക്കി. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ പ്രതികരിച്ചത്. ഒരാളോട് ശത്രുത തോന്നിയാൽ അയാളുടെ പപ്പും പൂടയും പറിക്കുന്ന പരിപാടിയാണ് ശശി ചെയ്തത്. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് അതിൽ ഈ നേതാക്കന്മാരൊക്കെ പെട്ടുപോയത്. ഇത് പണ്ടത്തെ ഒരു രാഷ്ട്രീയം, അത് പഴയ ഒരു നായനാരുടെ കാലത്ത്. അല്ല, അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ എളുപ്പമാണ്. അതെ, ഇപ്പൊ എന്റേതടക്കമുള്ള മൊബൈൽ ഫോണുകൾ അവർ ചോർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ കേസിൽ കൊടുക്കുന്നു, എന്നിട്ട് അപ്പം തന്നെ ഇവൻ്റെ മൊബൈൽ ഫോൺ അങ്ങ് മേടിക്കും. ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഡാറ്റാസ് എടുക്കും. ഈ ഡാറ്റാസ് എടുത്ത് കഴിഞ്ഞ് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാവുന്നത് മൊബൈലിലാണ്, മൊബൈലിന് അറിയാവുന്നത്. ഈ മൊബൈൽ നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തികളും ഇന്നത്തെ കിടപ്പുണ്ട്. ഫോറൻസിക്കിൽ കിട്ടും. നമ്മൾ ആരോട് സംസാരിച്ചിട്ട് എന്ത് പോയിട്ടുണ്ട്, അപ്പം ആരുമായിട്ട് ഇടപാടുണ്ട്, എന്തെല്ലാം സാമ്പത്തിക ഇടപാടുണ്ട്, എല്ലാം അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ വിവാദമായ ഒരു കഥാപാത്രം, അയാൾ നല്ല കക്ഷിയാണ്, നല്ല പോപ്പുലറാണ്, പക്ഷെ ജയിലിലായി. ഈ ജയിലിലായ കക്ഷിയുടെ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇയാൾ വലിയ കക്ഷിയാണ്, നിറച്ച അശ്ലീല ദൃശ്യങ്ങളാണ്. ഇയാൾ പല സ്ഥലങ്ങളിലും പോയി പല സ്ത്രീകളുമായിട്ടും ബന്ധം സ്ഥാപിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതാട്ടി നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ പറയുന്ന പലതരം രോഗങ്ങളുണ്ടല്ലോ മനുഷ്യർക്ക്. ഈ മാങ്കൂട്ടത്തിനെ കുടിക്കുന്നത് അങ്ങനെയാണ്. അതേ പേഴ്സണൽ അയാളുടെ ബന്ധങ്ങൾ കണ്ടെത്തി, ഈ ഇരകളെ അവര് കണ്ടെത്തി അവിടെ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കുക. അപ്പൊ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് ഈ ശശിയാണ്. അപ്പൊ അത്തരത്തിൽ പിന്നെ പോലീസിന്റെ പണി എന്തായിരുന്നു? നിങ്ങൾ ഒരു കുറ്റവാളിയെ രക്ഷിച്ചെടുക്കുക, നിരപരാധിയെ കള്ളക്കേസ് കൊടുക്കുക. പാർട്ടി കുടുംബത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥ. നമ്മൾ നവീൻ ബാബുവിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നവീൻ ബാബുവിന്റെ കഥ വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എത്രയോ പോലീസുകാരെ ഇവര് കൊല്ലാക്കൊല ചെയ്തു, എത്രയോ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, ഇപ്പോഴും സസ്പെൻഷൻ കിടക്കുന്ന ഉദ്യോഗസ്ഥർ. അതേപോലെ തന്നെ KM എബ്രഹാം ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. ഈ കിഫ്ബി എന്ന് പറയുന്ന സന്നദ്ധത്തിൽ പണം കൊടുത്ത് അത് നാട്ടുകാർക്ക് വീതിച്ച് അതാണ് എല്ലാ ചാനലുകൾക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അവസാന നിമിഷം വരെ UDF അധികാരത്തിൽ വരില്ല, LDF വരും എന്ന് പറഞ്ഞിരുന്ന ഈ ചാനലുകൾ മുഴുവൻ, റിപ്പോർട്ടർ ചാനലിന്റെ ഒക്കെ മുതലാളി മലയാളമൊക്കെ സത്യം പറഞ്ഞ ഇവന്മാർക്ക് ഉളുപ്പ് ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം റിപ്പോർട്ടറിന്റെ മുതലാളിയുടെ പറഞ്ഞോണ്ടല്ലോ. പുള്ളി ചോദിക്കുന്നത് 90 സീറ്റ് എവിടെ കിട്ടുമെന്നാ പറയുന്നത് UDF-ന്, ഇത് LDF-ന് കിട്ടും. എന്നിട്ട് പുള്ളി ഓരോ ജില്ല എടുത്ത് പറയാണ്, ഈ ജില്ല ആ ജില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇത്തരം വിവരക്കേടുകളൊക്കെ ഇവർ പറഞ്ഞ് ചുമ്മാതാണോ? അല്ല, പണിയറിയത്തില്ലല്ലോ. ജനത്തിന്റെ പൾസ് അറിയാൻ തീരെ ഇവർക്ക് റിപ്പോർട്ടർമാരില്ലേ? അവരോട് ചോദിച്ചാൽ ഇവർക്ക് ഇവരുടെ അജണ്ട ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. അതാണ് അശോക് പറഞ്ഞത്. ഏതാണ്ട് 10 കോടി രൂപ വീതം എല്ലാ ചാനലുകൾക്കും കിട്ടിയിട്ടുണ്ട്. ആ ചാനലുകൾക്ക് 10 കോടി കിട്ടി, നന്ദി കാണിച്ചു. അതാ പറഞ്ഞു, പത്രങ്ങൾക്കും കൊടുത്തു. പരമാവധി അവസാന നിമിഷം വരെ ഇവര് ഈ പണത്തിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? അപ്പോഴേ പൈസ കൊടുക്കും. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 27 കോടി കൊടുക്കാനുള്ളത് 25 കോടിയും കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നു, മറ്റേ ഊരാളുങ്കൽ സൊസൈറ്റിയും കേരള ബാങ്കും വലിയ പ്രതിസന്ധിയിലാന്ന് പറയുന്നത്. രണ്ടും പ്രതിസന്ധിയിലാന്ന് പറയുന്നത്. കാരണം മറ്റ് കിഫ്ബിയുടെ അല്ലാത്ത പണികളുടെ പൈസ എല്ലാം കിട്ടാനുണ്ട്. വേറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പണി ഊരാളുങ്കലിന് കൊടുത്തു.
അവർക്ക് ഈ എന്താ പറയുന്നത്, ഈ എത്ര എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ, എത്ര എല്ലാം ബൃഹത്തായ പണികളാണ്. അപ്പം ഈ പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി വന്നിരിക്കും. എന്തായാലും നമ്മൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാനാണ് സാധ്യത. അതായത് താല്പര്യങ്ങൾ ഇവർ രണ്ടുപേരും ഒക്കെ വരണമെന്നാണ്. പക്ഷേ കെ സി വേണുഗോപാലാണ് സാധ്യത. കാരണം MLA-മാരിൽ ഭൂരിപക്ഷം 52 എന്നാ പറഞ്ഞത്, 62 അല്ല പിന്തുണ 52 അദ്ദേഹത്തിന്റെ പിന്തുണ 52 പേരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ 5-6 MLA-മാരോട് ചോദിച്ചു നോക്കി, അവരെല്ലാം പറഞ്ഞു കെ സി ആന്ന് പറഞ്ഞു. ഞാൻ ഈ സന്ദീപ് വാര്യരെ ഞാനൊന്ന് വിളിച്ചു, അദ്ദേഹം കെ സി ആണല്ലോ. സന്ദീപ് കെ സി ആണ്, ഈ എല്ലാരും കെ സി ആണ്. ഇവരുടെ ഈ പട നയിക്കുന്നവരെന്നറിയോ, രാഹുൽ മാങ്കൂട്ടമാണ്. കെ സി ബ്രിഗേഡിനെ നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടോ ഷാബി പറമ്പിലോ. അല്ല, അതിന്റെ ഇവര് വീഡിയുടെ ആളുകളായിരുന്നു. ഈ വിഷയത്തോടെ ഒപ്പിച്ച അതാണ് വീഡിയുടെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. രാഷ്ട്രീയ തന്ത്രം അറിയില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് ചാടിയിറങ്ങും. പക്ഷേ ഒരു രാഷ്ട്രീയത്തിലൊരു തന്ത്രം വേണം, അതില്ലാതെ പോയി. അത് കെ സിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കെ സിയുടെ ആ ഡീലിംഗ് കൊണ്ടാണ് ഇവിടെ കുറെ വിമത സ്ഥാനാർത്ഥികൾ പിന്മാറിയത്. ഇപ്പം കുട്ടനാട്ടിലൊരു വിമത സ്ഥാനാർത്ഥി വന്നായിരുന്നല്ലോ, അയാൾ പിന്മാറിയല്ലോ. അതുപോലെ പെരുമ്പാവൂർ ഒരു വിമത സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പുനലൂരിൽ ഒരാളുണ്ടായിരുന്നു. അവരെയൊക്കെ അതുപോലെ വിജയ് ഇന്ത്യയുടനെ അദ്ദേഹം പ്രത്യേകം വിളിച്ച്, മോനെ നിനക്ക് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന. ഞാൻ ആകപ്പാടെ കെ സി വേണുഗോപാലിന് ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുള്ളൂ, വിജയ്ക്ക് വേണ്ടി. അത് കിട്ടിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ എന്തായാലും അത് ജയിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു, ആറന്മുള ജയിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു, നല്ല ഭൂരിപക്ഷത്തിൽ. പക്ഷേ അബിൻ വർക്കി നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല ഭൂരിപക്ഷം. ഇപ്പൊ കിട്ടാവുന്നിടത്തോളം നല്ല ഭൂരിപക്ഷം അയാൾ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞു. കുറച്ചുകൂടെ വോട്ട് കിട്ടിയാൽ വിജയം. എന്തായാലും അബിൻ വർക്കിയുടെ സ്വന്തമാക്കി. അവൻ നല്ല മിടുക്കനാ, അവൻ അവിടെ നിന്നുണ്ട്. എന്തായാലും കെ സി വേണുഗോപാലിന് ആവാനാണ് സാധ്യത. ഒരു വലിയ എതിർപ്പുണ്ടാവുമായിരിക്കും. കാരണം 2 പ്രശ്നമുണ്ട് കെ സി വന്നാൽ. ഒന്ന്, ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി ഇങ്ങോട്ട് വന്നാൽ കോൺഗ്രസിന്റെ വിശ്വാസവും പ്രതീക്ഷയും ഇല്ല എന്ന് BJP പ്രചരിപ്പിക്കും. അത് വരും. ആഭ്യന്തരമന്ത്രി ആവേണ്ട ആളാ, അല്ലെ പ്രതിരോധ മന്ത്രി ആവേണ്ട ആളാ. അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ ആവേണ്ട ആവേണ്ട ആൾ ഇങ്ങോട്ട് പോകുന്നതിനർത്ഥം കോൺഗ്രസിന് വിശ്വാസം ഇല്ല എന്നൊരു പ്രചരണം വരും. 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, ഈ ആലപ്പുഴയില് ലോക്സഭയിലേക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. തിരിച്ച് 2, ഇവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രാജിവെക്കേണ്ടി വരുന്ന ഇരിക്കൂറായിരിക്കും സജീവ. അങ്ങനെയാണ് നേരത്തെ കൊണ്ടിറക്കിയിരിക്കുന്നത്. അതെ, ഉറപ്പുള്ള സീറ്റ് വേണമല്ലോ. ഇരിക്കൂറിന് പ്രത്യേകം ബാക്കിയുള്ളത് അത്ര ഉറപ്പില്ല. ഇതിനിടയ്ക്ക് പിണറായി വിജയനും ചിലപ്പോൾ രാജിവെച്ചെങ്കിലോ, ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞു, വയ്യാന്നും പറഞ്ഞു. അങ്ങനെ സംഭവിക്കാം. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ചു കൂടാഴുകയില്ല. കാരണം അദ്ദേഹത്തിന് ഇനി പാർട്ടി ഒന്നും പോയി ബോധ്യപ്പെടുത്താനൊന്നും വയ്യായിരിക്കും. ഈ രാജിവെച്ച് പോകണ പിന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല, നിയമസഭയിൽ പോകുമ്പോൾ പുള്ളി വേറൊരാളുടെ കീഴിലിരിക്കണ്ടേ. ഇപ്പൊ ബാലഗോപാലാണ് പാർലമെന്ററി പാർട്ടി നേതാവാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ കീഴിലിരിക്കണം. അങ്ങനെ പോയിരിക്കത്തൊന്നുമില്ല, അല്ല, ഒരിക്കലും പോകത്തില്ല. മാത്രമല്ല, രമയെങ്ങാനും സ്പീക്കറായ പിണറായി വിജയൻ മാഡം എന്ന് പറഞ്ഞാൽ സംസാരിക്കും. സാർ വിളിക്കേണ്ടി വരും. അവിടെയാണ് ഒരു പ്രശ്നം. എന്തായാലും കെ സി ആകുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ കേരള സമൂഹം പോലും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവട്ടെ, ഞാൻ പറഞ്ഞ ആരായാലും 3 പേരായാലും നമ്മുടെ പോളിസി പറയാം, ഈ 3 പേരിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈ സംഘപരിവാർ പ്രൊഫൈലുകളെല്ലാം കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതെ, അത് എന്തിനാണ് സംഘികൾ ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരായിരുന്നെങ്കിൽ ചിലപ്പോൾ കൊടിക്കുന്നിലിനെ പോലെ ഒരാളെ ആക്കിയനുമായിരിക്കും. എന്താണേലും അവർ കൊടിക്കുന്നിൽ രാഷ്ട്രപതി ആക്കിയില്ലേ. അപ്പൊ ആരായാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ, മര്യാദയ്ക്ക് ഭരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഭരിക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അത് തന്നെ ഇപ്പൊ സതീശൻ പറഞ്ഞല്ലോ. PD സതീശൻ പറഞ്ഞത് ഖജനാവ് പൂച്ച വെച്ച് കിടക്കുകയാണ്, ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം ഇവിടെ തവളപത്രം ഇറക്കണം, ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയിക്കണം, എത്ര കടമുണ്ട്, പൊതു കടം എത്ര ഉണ്ടെന്നതിന്റെ കൃത്യം. അതുപോലെ കിഫ്ബി എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട്, എത്ര രൂപ പലിശ അടയ്ക്കുന്നുണ്ട്, എത്ര രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ധവളപത്രത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കിഫ്ബിയുടെ വിഷയം തന്നെയാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും നല്ലത്, ഇങ്ങനെ തർക്കമാണെങ്കിൽ MLA-മാർ കെ സിയെ പറയുന്നു, VD വേണമെന്ന് പൊതുജനങ്ങൾ പറയുന്നു, രമേശ് ചെന്നിത്തലയെ സീനിയോറിറ്റി 3 പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെ സിയെ മുഖ്യമന്ത്രിയാക്കി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കി, VD സതീശൻ ധനകാര്യമന്ത്രിയാക്കിയ ഗംഭീരൻ ടീം 3 പേരും ഉണ്ടാവും. 3 പേരും വരും. അതാണ് ഏറ്റവും ബെസ്റ്റ് ടീമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയുണ്ട്. മന്ത്രിമാർ, ഈ 3 നായന്മാര് കീ പോസ്റ്റ് വന്ന് ഇരിക്കുക. പിന്നെ ജാതിയാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോസ്റ്റിലേക്ക് 3 നായന്മാരെ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ
ബാക്കി അല്ല ആളുകളെയൊക്കെ ആക്കണ്ടേ, മന്ത്രിമാരാക്കണ്ടേ. അപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി അടക്കം ഇറങ്ങത്തില്ലേ? വെള്ളാപ്പള്ളിയെ ഗവനിക്കണ്ട എങ്കിൽ പോലും കേരളത്തിൽ ഒരു ജാതി സമവാക്യം പരിഗണിക്കണം. അത് വരും. ഇപ്പം നമ്മൾ ഈ കൂടുതൽ ഇതോടെ പറഞ്ഞു നിർത്താം, മന്ത്രിമാരുടെ സാധ്യത കൂടി. അതെ, കെ മുരളീധരൻ ഉറപ്പാണ് മന്ത്രി. AP അനിൽകുമാർ ഉറപ്പാണ് ഒരു മന്ത്രിയാണ്. ഈ രണ്ടുപേരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരെയും പറയാൻ പറ്റില്ല. ശക്തൻ നാടൻ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. മന്ത്രിയോ സ്പീക്കറോ ആവും. മന്ത്രിയോ സ്പീക്കറോ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ CP ജോൺ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഒരു മന്ത്രിയാണ്. മന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ ആവാൻ സാധ്യതയുണ്ട്. CP ജോൺ ഉണ്ട്. CP ജോൺ മന്ത്രിയാക്കപ്പെടുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപ് ജേക്കബ്, മറ്റേ പാലായിലെ കാപ്പന് ഇവരെല്ലാം മന്ത്രിയാക്കി. ഇങ്ങനെ എത്ര പേരെ മന്ത്രിയാക്കാൻ പറ്റും? പിന്നെ കേരള കോൺഗ്രസ് 2 സീറ്റ് കൊടുക്കണ്ടേ? എന്തായാലും ഒരാളായ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ 7 പേരായി 2 മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? അത് വരണം. ഈ ഘടകകക്ഷികൾക്ക് എല്ലാം ഒറ്റ ആളുള്ളതിനെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പൊ CP ജോണിന്റെ കാര്യത്തിൽ മന്ത്രിസഭ CP ജോണിന് മാത്രം ഒരു എക്സംഷൻ കൊടുത്തേക്കാം. അത് വരാനുള്ള സാധ്യത. അനൂപ് ജേക്കബിന് കൊടുക്കായിരിക്കും. വേണേ കൊടുക്കാതിരിക്കാം, ആവശ്യമില്ലല്ലോ. ഇപ്പം RJDക്ക് കൊടുത്തിട്ടില്ലല്ലോ, LDFന്റെ കാര്യം കൊടുത്തില്ലല്ലോ. എന്നിട്ട് ഇത് അവര് മാത്രമോ? ഉമ്മൻചാണ്ടി ആദ്യം 6 മാസം എടുത്ത് ഒറ്റ MLA മാർക്കൊന്നും മന്ത്രിയാക്കി. അതെ, RJDക്ക് കൊടുത്തില്ല CPM മന്ത്രിസ്ഥാനം. പക്ഷേ ഇത്തവണ ഘടകകക്ഷികളിൽ അവരാ ജയിച്ചിരിക്കും. അല്ല, ഷിബു ബേബി മന്ത്രിയാവും. അതെ, അത് ഉറപ്പാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്രയും പേരുള്ള ഒരുപക്ഷെ 4 വിട്ടുവീഴ്ച ചെയ്തെന്ന് വരാം. സാധ്യത കുറവാണ്. അവർ 5 പേടിക്കും. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ മന്ത്രിമാരാക്കും? ലീഗിന് 5, ഷിബു ബേബി ജോണ്, അനൂപ് ജേക്കബ്, CP ജോണ്, ഇവര് 2, നിങ്ങൾ പറഞ്ഞ കേരള കോൺഗ്രസിന് 2, 5. പിന്നെ മാണി സി കാപ്പന് കൊടുക്കണ്ടേ? മാണി സി കാപ്പന് സ്വതന്ത്രനാണ്. അതൊക്കെ കൊടുക്കുമോ എന്നുള്ളത് സംശയം. സുധാകരൻ കിടപ്പുണ്ട്. സുധാകരൻ കൊടുക്കത്തില്ല. അത് ആദ്യമേ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരിക്കുന്ന 3 പേർക്കും കൊടുക്കുക, ആർക്കും കൊടുക്കത്തില്ല. ഇനി അഥവാ ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാനുമില്ല. അല്ല, അത് കൊടുക്കത്തില്ല, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം മാണി സി കാപ്പനെ ഒഴിവാക്കിയാൽ പോലും 5 ആയി. അപ്പൊ എത്ര? 5 5 10 പിന്നെ 11 പേരെ മുഖ്യമന്ത്രി സഹിതമുള്ളൂ. BD സജി 3 നായന്മാര് മെയിൻ കീ പോസ്റ്റിലിരുന്നു. പിന്നെ എത്ര? 7 പോസ്റ്റേ ഉള്ളൂ. അതിനകത്ത് കിടക്കുന്ന 21 മുഖ്യമന്ത്രി അടക്കം. AP അനിൽകുമാറെ, K മുരളീധരനെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, കോൺഗ്രസിന്റെ ഭാഗ്യം ശിവകുമാറും പ്രതാപനും ഒക്കെ തോറ്റുപോയത്. അതുപോലെ തന്നെ സിദ്ദിഖിനെ പ്രാദേശിക പരിഗണന നോക്കണ്ടേ? അത് വേണം. പിന്നെ ഈഴവ പരിഗണന. ഈഴവ പരിഗണന വെക്കുമ്പോൾ സീനിയർ ആകാൻ സാധ്യതയുള്ള ലിജുവാണ്. അപ്പൊ ആലപ്പുഴയും പരിഗണിക്കും. ലിജുവാണ്. വനിതയുണ്ട്. വനിത പരിഗണിക്കുമ്പോൾ ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോളാണ്, മുസ്ലിമും ആകും. അതെ, അപ്പൊ സിദ്ദിഖ് ഔട്ടാവും. സിദ്ദിഖ് പക്ഷെ വയനാടിനോട് കൂട്ടിക്കൊടുക്കാം. അതെ, വയനാടിനും മുസ്ലിം IC ബാലകൃഷ്ണൻ അല്ല, കാര്യമില്ല. കാരണം വെച്ചാൽ കൊടുക്കുവാണെങ്കിൽ IC ബാലകൃഷ്ണനല്ല കൊടുക്കുന്നു. AP അനിൽകുമാറുണ്ട്, കൂടാതെ VP സജീന്ദ്രനുണ്ട്, പിന്നെ രമ്യ ഹരിദാസിന് വേണ്ടിയിട്ട് ആരൊക്കെ ഇടിച്ചു നിൽപ്പുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ശാന്തകുമാറിനെ മന്ത്രിയാണ്. അല്ല, VP സജീന്ദ്രനും അദ്ദേഹം ഉണ്ടല്ലോ. പിന്നെ തുളസി ഇല്ലേ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. തുളസിയുണ്ട്, കോങ്ങാട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. ഇത്തരം കാരണങ്ങളാൽ ഇവർ അതുപോലെ വിഷ്ണുനാഥനെ മന്ത്രിയാക്കണ്ടേ? വിഷ്ണുനാഥനെ ആക്കണം. ഇതിപ്പം റോജി എം ജോണിനെ ആക്കണ്ടേ? മാത്യുക്കൂടെ നടന്നുണ്ട്. ഇതൊന്നും ആകത്തില്ല, ഇവരാരും ആകത്തില്ല. ഇപ്പൊ മുതിർന്ന കുറച്ചു പേര് മാത്രമേ ഇതിനകത്ത് മന്ത്രിയാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും വളരെ രസകരമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മൾ ഈ കൂട്ടിയും കിഴിച്ച് നമുക്ക് തന്നെ ഭ്രാന്താവും. ഈ പുള്ളി ഒരു ആ പുള്ളി പറഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കുമ്പോഴേ സംസാരിക്കും. എന്തായാലും 3-4 മാനദണ്ഡങ്ങളാണ്. ഒന്ന് പ്രാദേശികം, അതായത് ജില്ല, 2 സമുദായം, 3 സീനിയോറിറ്റി, സ്ത്രീ പുരുഷ അനുവാദം, ഇതെല്ലാം കൂടെ പരിഗണിച്ചാൽ പട്ടികവർഗം. അല്ല, അതിന് ഓരോരുത്തരെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. AP അനിൽകുമാർ എന്തായാലും മന്ത്രിയാണ്. K മുരളീധരൻ എന്തായാലും മന്ത്രിയാണ്. അതെ, K മുരളീധരനൊക്കെ കൊടുക്കേണ്ടതാണ്. അവർക്കൊക്കെ നല്ല വകുപ്പുകൾ തന്നെ വരേണ്ടതാണ്. എന്തായാലും വരാൻ പോകുന്നത് വളരെ കൗതുകമുണർത്തുന്ന ദിവസങ്ങളായിരിക്കും. നന്ദി, നമസ്കാരം.